മക്കളെ, എല്ലാവരുടെയും വലിയൊരു ഡ്രീം ആയിരിക്കും ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുക എന്നുള്ളത് അല്ലേ. എന്നാൽ ഇതാ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. ഈ വരുന്ന നവംബർ 22 and 23 ആണ് നമ്മുടെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു NSE എക്സാം സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഇന്റർനാഷണൽ, അതായത് 2026 നടക്കാൻ പോകുന്ന ഒളിമ്പ്യാഡിലേക്ക് നിങ്ങൾക്ക് എൻട്രി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? അതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ഇന്റർനാഷണലി വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാം, പലതരത്തിലുള്ള സെമിനാർ അതുപോലെ പ്രോജക്ട് വർക്കിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ കിട്ടിയ ഒരു വലിയ അവസരം കൂടിയാണ് ഈ ഒരു സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ NSE എക്സാം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ്. ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത രജിസ്ട്രേഷൻ സെപ്റ്റംബർ 14 വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ, NSE എക്സാമിന് വേണ്ടി വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആസ്ട്രോണമി ആൻഡ് ജൂനിയർ സയൻസ് എന്നീ സബ്ജക്റ്റുകളിലാണ് NSE എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 8th, 9th, 10th പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ജൂനിയർ സയൻസ് എക്സാം ആണ് വരുന്നത്. അതുപോലെ തന്നെ 10th, 11th, 12th പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഫോർ ആസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് ഇനി മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ 10th, 11th, 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2006 ജൂലൈ 1 അതുപോലെ തന്നെ 2011 ജൂൺ 30 ഇടയിലായിരിക്കണം. നിങ്ങൾ 8th, 9th, 10th പഠിക്കുന്ന കുട്ടികൾ, അതായത് ജൂനിയർ സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2011 ജനുവരി 1 2012 ഡിസംബർ 31 ഇടയിലായിരിക്കും. അപ്പം നവംബർ 22 and 23 ആണ് നമ്മളുടെ NSE എക്സാം വരാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളിപ്പോൾ പഠിക്കുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് ഒക്കെയാണ് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ വരാൻ പോകുന്നത്. സോ തന്നിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സും സിലബസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് www.iept.org.in എന്ന വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതുമായിരിക്കാം. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഇപ്പോഴേ ബിഗിൻ ചെയ്യുക. ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.